പ്രിയ സുഹൃത്തുക്കളെ, തൊഴിലാളി ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ സ്വന്തം ചാനലാണ്. പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ ഭാര്യ നല്ലതായിട്ട് ജീവിച്ച കുടുംബം എന്നെ തകർത്തു. നല്ലതായിട്ട് ജീവിച്ചു എന്ന ഈ കുടുംബത്തിൽ എൻ്റെ ഭാര്യയും ഞങ്ങളും എല്ലാം ഒരുമ മക്കളും അമ്മയും എല്ലാവരും ഒന്നിച്ച് ജീവിച്ചു കഴിയുമ്പോൾ ആ കുടുംബത്തിൽ ജോലി നല്ല സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബമാണ്. ഒരു കത്തോലിക്ക ജീവിതത്തിലെ കുടുംബം. എൻ്റെ ഭാര്യ ജോലിക്കാണ് മുന്നിൽ. എനിക്ക് ജോലി കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ഇൻസാട്ടിന് വീട്ടിലിരുന്ന് പിള്ളേരെ കാര്യം അമ്മയുടെ കാര്യം നോക്കിയെന്നോളം പറഞ്ഞു. അവസാനം ഞാൻ കുറച്ച് കഴിഞ്ഞ് ഗൂഗിൾക്കട ടൗണിലേക്കാന്ന് ഇറങ്ങിപ്പോയി. ഞാനിപ്പോൾ വരാം, സാധനങ്ങൾ വാങ്ങിയിട്ട് വരാമെന്ന് ചോദിച്ചു. നേരെ മണ്ണാർക്കാട് സാമിയയിൽ പോയി ജോലിക്ക് ആരോ റെക്കമെൻഡ് ചെയ്ത് അവിടെ കയറി. പിന്നെ കുറച്ച് നാൾ അവിടെ ജോലി ചെയ്ത് തന്നെ കക്ഷി എവിടെയും വീട്ടും ബഹളവും പോലീസും പട്ടാളവും എല്ലാം വന്നു. പോലീസെല്ലാം വന്നു. എനിക്ക് നീതി ലഭിക്കാത്ത അത് കുറച്ച് കഴിഞ്ഞ് പോലീസും എനിക്ക് നീതിയില്ല വിളിക്കുമ്പോഴൊന്നും പോലീസിന്. അപ്പോൾ നീതി ലഭിക്കാത്തതുകൊണ്ട് അവസാനം അവിടെ നിന്ന് കുറച്ച് നാൾ ചാറ്റിങ് പരിപാടിയും കൂട്ടുകാർ കൂടിയും അവിടുത്തെ സാമിയിലെ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം അവൾക്ക് സപ്പോർട്ടായിരുന്നു. എനിക്ക് സപ്പോർട്ടിൽ ആരും ഇല്ലായിരുന്നു. എന്നെ മാനസിക രോഗി വരെ ആക്കി. പല രേഖകളും എന്നെ തകർത്തു. അങ്ങനെ അവൾ സ്നേഹിച്ച് പല ജോലികൾക്ക് അവിടെ നിന്ന് ചക്കര ലൈനടിച്ച് ആ സാമിയിൽ ജോലി ചെയ്ത് ലൈനടിച്ച് അവരിപ്പോൾ ഒന്നിച്ച് ജീവിക്കുക. അവൻ്റെ ഫോൺ നമ്പർ കാണിച്ചു തരാം. അപ്പോൾ ഇതുകൊണ്ടാ സുഹൃത്തുക്കളെ, ഇതാണ് രേഖ. സുഹൃത്തുക്കളെ, ഇവനെപ്പോലുള്ള ജീവിത എൻ്റെ കുടുംബ തകർത്ത് ഇങ്ങനെപ്പോലുള്ള മുസ്ലിം സഹോദരന്മാർ കുറേ ഉണ്ട്. നല്ലവരുണ്ട് കേട്ടോ, അവരെ പറയുന്നില്ല. നിങ്ങളവരെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ മുസ്ലിം ചെക്കനെ കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ നിങ്ങൾ കൊണ്ടുവരണം. മുസ്ലിം സഹോദരങ്ങൾക്ക് നിങ്ങൾ നല്ലവരുണ്ട് സുഹൃത്തുക്കളെ. ഇതാണ് എനിക്ക് പറയാനുള്ളത്.